പ്രിയപ്പെട്ടവരെ, ഞാൻ അനീഫ കട്ടുപ്പാറ. നമ്മുടെ ചിന്താ ഡ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നമ്മള് മനുഷ്യന് ജീവിതത്തിന് ഭക്ഷണം, വെള്ളം, വായു എന്നതിന് പുറമെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഏറ്റവും അത്യാവശ്യം നമ്മളെ മുന്നോട്ട് നയിക്കുന്ന കാര്യം നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നവുമാണ്. ഏത് പ്രായത്തിലും, ചെറുപ്രായമായാലും യുവത്വമായാലും വാർദ്ധക്യമായാലും. അതുകൊണ്ടാണ് രോഗശയ്യയിൽ കിടക്കുകയാണ്, ഒരു ഭാഗത്ത് തിരിഞ്ഞു കിടക്കാൻ കഴിയാത്ത ഒരു അപ്പൂപ്പനാണെങ്കിലും ആ വീട്ടിൽ നിന്ന് കുട്ടികളോട് ചിലപ്പോ മോനെ ആ തേങ്ങ ഇടുമ്പോൾ ഒരു 4 തേങ്ങ മണ്ണിൽ കുഴിച്ചിട്ട് മുളച്ച് നമുക്ക് ആ മൂലൊക്കെ വെക്കണം. അതായത് ജീവിതത്തിലെ സ്വപ്നങ്ങള്, ഇനിയും എന്തൊക്കെ നേടണം, ഇനി എന്തൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ജീവിതത്തിലെ സ്വപ്നവും പ്രതീക്ഷയുമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. അതല്ല എങ്കിൽ ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഒരാളോട് നമ്മൾ പറയാ, ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആധികാരികമായിട്ട് ഒരാളൊരു കറക്റ്റ് ഡേറ്റ് കൊടുക്കുക. ഒരു 5 വർഷം അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാല് അടുത്ത ഫെബ്രുവരി 10-ാം തീയതി 8 മണിക്ക് 8:30 കറക്റ്റ് നീ മണ്ണിൽ നിന്ന് പോവും. അങ്ങനെ ഒരു ഓപ്ഷൻ കൊടുത്താൽ എങ്ങനെ ജീവിക്കും? ആ ഡേറ്റ് എങ്ങനെ എണ്ണും? എങ്ങനെ രാവ് പകലാക്കും? എങ്ങനെ രാത്രി പുലർത്തും? എങ്ങനെ ഫുഡ് കഴിക്കും? എങ്ങനെ ജീവിക്കും? എങ്ങനെ നടക്കും? എങ്ങനെ ഇരിക്കും? നമ്മുടെ ജീവിതത്തിന്റെ ഈ ഒരു അന്ത്യമുണ്ടെന്ന് അറിയാമെങ്കിലും ജീവിതം നമ്മളെ വണ്ടി മുന്നോട്ട് പോകുന്നത് നമ്മുടെ പ്രതീക്ഷയും നമ്മുടെ സ്വപ്നവുമാണ്. എത്ര രോഗശയ്യയിലായാലും മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ അവന് പ്രതീക്ഷയുണ്ടാവും. ആ പ്രതീക്ഷയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഞാനൊരു വീഡിയോ കണ്ടത് നിങ്ങളുമായി പങ്കുവെക്കുക. ഒരു അമ്മയും മകളുമായിട്ടുള്ള ഒരു വീഡിയോ. എത്ര വേണമെന്ന് 2 വർഷം ആ വീഡിയോ നിങ്ങൾ കാണി, എന്നിട്ട് അതിനെ കുറിച്ച് പറയാം. വീഡിയോ നിങ്ങൾ കാണിക്കാം. നാളെ ഏറ്റുമാനൂരോ വൈക്കത്തോ പോകുമ്പോ എന്തേലും പ്രാർത്ഥിക്കണോ? എന്റെ അസുഖം മാറ്റി തരാനും പിന്നെ സുഖമായിട്ടിരിക്കാനും കുറച്ചുകൂടി ആയുസ് തരാനും. എത്ര വയസ്സ് കൂടെ വേണം ആയുസ്? എത്ര വയസ്സ് ചോദിക്കണം? ഇപ്പൊ 100 കഴിഞ്ഞു. 100 കഴിഞ്ഞതേ ഉള്ളോ? 2020 100 കഴിഞ്ഞായിരുന്നു. കുഴപ്പമില്ല. എത്ര വയസ്സ് കൂടി ഇനി വേണം ചോദിക്കണം? 2 കൊല്ലം കൂടെ. 2 കൊല്ലോടെ മതിയോ? അതെന്താ? അതൊക്കെ സുഖമായിട്ട് ഇരിക്കും. മിനിമം ഒരു 10 കൊല്ലം ചോദിക്കണം. അത്ര വേണോ? വേണ്ടടി, നീ കുറച്ചൊക്കെ മതിയടി. അതിന്റെ 2 കൊല്ലം ചോദിക്കാൻ കാരണം? ഒന്നും ആയിട്ടല്ല, അതിൽ കൂടുതലൊക്കെ ഇരിക്കും ഒരാളും. 2 കൊല്ലം കൂടെ ഇരിക്കാൻ ആഗ്രഹം. ആരേലും ഒക്കെ കാണണോ? ആരെയാ കാണുന്ന? മക്കളുണ്ടല്ലോ ഇവിടെ. അതുകൊണ്ടാണോ 2 കൊല്ലം കൂടെ ചോദിക്കുന്നത്? ഇവിടെ ഓവനയുണ്ട്, ചന്ദ്രനുണ്ട്, കനകമ്മയുണ്ട്. ഞാനില്ലേ അപ്പൊ? നീ പോവില്ലേ ഇപ്പൊ ജോലിക്ക്? ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല. ഞാൻ വീട്ടിൽ ഇരുന്നല്ലേ ജോലി ചെയ്യുന്നത്. നീ ഉണ്ട്, നീനും ഉണ്ട്, എല്ലാരെയും കണ്ട്. അപ്പൊ കണ്ണിന്റെ ഇത് മാത്രം വാങ്ങിച്ചിട്ടാ മതിയോ? വേറെ വല്ലതും ചെയ്യണോ അമ്പലത്തില്? വേറെ ഒരു അർച്ചന കഴിച്ചേരെ. അർച്ചനയുടെ നാളും പേരും എന്നാ പറയും? തൃക്കേട്ട നാള്. ആ പേരെന്റെ അറിയാമല്ലോ. ഇല്ല, അറിയാൻ മേല. മൊത്തം പേരറിയാൻ മേല. അമ്മുക്കുട്ടി CP കൂടെ ചേർക്കണോ? അത് നിന്റെ ഇഷ്ടം. വേറെ ഇനി വല്ല അമ്മുക്കുട്ടി അമ്മ തൃക്കേട്ട ഉണ്ടെങ്കിലോ CP കൂടെ ചേർത്തേക്കാം. ഓക്കെ. കണ്ണ് അർച്ചന. പായസം വേണോ? പായസം നീ കഴിക്കുന്ന? അല്ല, കടും പായസം വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ ഇപ്പൊ ജോലിക്ക് കേറാൻ പോവാ, സമയായി പോവാ. ഇതാണേ കൈ കയ്യില് ഇത് വയസ്സായതുകൊണ്ടാ മുരുമുര ആയത്. പിന്നെ വയസ്സായി കഴിഞ്ഞാൽ ഇങ്ങനെ ആവുമായിരിക്കും, അറിയാൻ മേല. അതെ, എല്ലാരും വയസ്സാവുമ്പോ ഇങ്ങനെ ആവും. കൈയൊക്കെ പ്ലാസ്റ്റിക് പോലെയായി. പേടിയാ. അതിനാരാ ചാകാൻ പറഞ്ഞത്? ചാകേണ്ട കാര്യമുണ്ടോ? പേടിയാടി. അതൊന്നും പേടിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നും നമ്മള് ചത്തു പോവുകയല്ല. എന്നാ പേടി? എല്ലാരും മരിച്ചു പോവും. എപ്പോഴും ചിന്തിച്ചോണ്ടിരിക്കണ്ട, അങ്ങനെയൊന്നും മരിച്ചു പോവുകയല്ല. നമ്മുടെ ചിന്താ ചാനലിലൂടെ നമ്മൾ ചിന്തിക്കാൻ, ഇത് കണ്ട് കേട്ട് ഓർത്ത്
പല പ്രാവശ്യം കണ്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. 2 വർഷം മതി. ഇത് പിന്നെ നമ്മൾ ചന്ദ്രവർഷം അനുസരിച്ച് നമ്മുടെ കലണ്ടർ ഇങ്ങനെ മാറുമ്പോൾ നമ്മൾ വയസ്സ് കൊഴിഞ്ഞു പോകുന്നു, ശരീരത്തിന് ചുളിവ് വരുന്നു, നാച്ചുറലാണ്, പ്രകൃതിയായിട്ടുള്ളത്. പക്ഷെ അതിൽ ആ 2 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി ഇരുന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിന്തിക്കേണ്ട വിഷയം മാത്രം. അനീഫ കട്ടുപ്പാറ. ഓക്കെ, ബൈ, ഗുഡ് ബൈ.